മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ കാവൽക്കാർ എന്നറിയപ്പെടുന്ന WBC പ്രധാനമായും 5 തരത്തിലാണ് ഉള്ളത്. 1 ന്യൂട്രോഫിൽ, 2 എസിനോഫിൽ, 3 മോണോസൈറ്റ്, 4 ലിംഫോസൈറ്റ്, 5 ബേസോഫിൽ. ഇങ്ങനെ 5 തരം WBC ആണ് ഒരു രക്തത്തിൽ കാണപ്പെടുന്നത്. ഏറ്റവും വലിയ WBC ഏതാണ്, ഏറ്റവും വലിയ ശ്വേതരക്താണു ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് മോണോസൈറ്റ് ആണ്. രക്തത്തിലെ കോശങ്ങളിൽ ഏറ്റവും വലുത് എന്ന് ചോദിച്ചാലും ഉത്തരം പറയണം മോണോസൈറ്റ് ആണ്. എന്നാൽ WBCകളിൽ ഏറ്റവും ചെറുത് എന്ന് ചോദിച്ചാൽ ഉത്തരം ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും വലിയ WBC മോണോസൈറ്റും ഏറ്റവും ചെറിയ WBC ലിംഫോസൈറ്റും ആണ്. എന്നാൽ ലിംഫോസൈറ്റുകളാണ് മനുഷ്യരക്തത്തിൽ ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്നത്. ഏറ്റവും നന്നായി രോഗാണുക്കളെ പ്രതിരോധിക്കാൻ കഴിവുള്ളവരാണ് ആൻറ്റിബോഡികൾ നിർമ്മിക്കുന്ന ഈ ലിംഫോസൈറ്റുകൾ. നമുക്കറിയാം, എയ്ഡ്സ് ഉണ്ടാക്കുന്ന രോഗാണു എന്ന് പറയുന്നത് HIV ആണ്. HIV കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നതും ലിംഫോസൈറ്റുകളെയാണ്. ലിംഫോസൈറ്റുകൾ പരിപൂർണമായും HIV കീഴ്പ്പെടുമ്പോഴാണ് എയ്ഡ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മനുഷ്യനിലേക്ക് വരുന്നത്. RBC എന്ന് പറയുന്ന രക്തകോശം ഒരു മനുഷ്യ ശരീരത്തിൽ ഏകദേശം 120 ദിവസം ആയുസ്സുണ്ട്. എന്നാൽ WBCയുടെ ആയുസ് 14 മുതൽ 15 ദിവസം, ഏകദേശം 2 ആഴ്ചയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.